സ്വപ്നങ്ങൾ കാണുക. ഞാനൊരു ചെറിയ അനുഭവം നിങ്ങളോട് പറയാം. എൻ്റെ ചെറുപ്പകാലത്ത് മമ്മിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് മമ്മിയുടെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാനിങ്ങനെ ആകാശത്തോട് ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുക. ആകാശത്തോട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു ഫീലിംഗാണ് സ്കൈയിലോട്ട് നോക്കി നിൽക്കുന്നത്. അപ്പം നമ്മുടെ ചെറുപ്പകാലമാണ്. അപ്പോൾ ഞാനിങ്ങനെ നക്ഷത്രങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കും, ഫ്ലൈറ്റ്സ് പോകുന്ന നോക്കി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ്സൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഫ്ലൈറ്റിലൊന്ന് കയറണമെന്ന്. എൻ്റെ ചെറുപ്പത്തിലെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്വപ്നം അതിനെ ഞാൻ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാൻ വലുതാകുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറും, ഞാൻ വലുതാകുമ്പോൾ ഞാൻ എയർലൈൻസിൽ ഞാൻ വർക്ക് ചെയ്യും എന്നൊക്കെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാനത് കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് ഞാൻ എൻ്റെ റിയാലിറ്റിയിലോട്ട് ഞാൻ വരുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എയർലൈൻസിൽ എനിക്ക് ജോലി കിട്ടി, ഫ്ലൈറ്റ്സിൽ കയറാൻ എനിക്ക് പറ്റി, ഫ്ലൈറ്റ്സ് യാത്ര ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ അവിടെ മാനിഫെസ്റ്റാണ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ ഡിസയറിനെ ഫിസിക്കൽ തോട്ട്സിലോട്ട് കൊണ്ടുവരിക. സ്വപ്നങ്ങൾ കാണുക, ഡ്രീംസ് കാണുക, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടോ അത് നിങ്ങൾ ഇൻ റിയാലിറ്റിയിലോട്ട് അത് കൊണ്ടുവരിക. നമുക്ക് സ്വപ്നങ്ങൾ കാണുന്നതിന് അതിരുകളില്ല. നമുക്ക് സ്വപ്നങ്ങൾ കാണാം, പക്ഷേ അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നമുക്ക് എന്ത് സ്വപ്നങ്ങളാണ്? ചിലർക്ക് ജോലിയായിരിക്കും സ്വപ്നം, ചിലർക്ക് നല്ലൊരു വീടായിരിക്കും സ്വപ്നം, ചിലർക്ക് നല്ലൊരു കാറായിരിക്കും സ്വപ്നം, ചിലപ്പോൾ അവരുടെ ഒരു ഡ്രീമായിരിക്കും. ആ ഡ്രീമിനെ നമുക്ക് റിയാലിറ്റിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡ്രീംസ് ആണോ ഉള്ളത് അതിനെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. സ്വപ്നങ്ങൾക്ക് അതിരുവരമ്പുകളില്ല. സോ സ്വപ്നങ്ങൾ കാണുക. നിങ്ങളുടെ ജീവിതം ഒരു വിജയമാകട്ടെ.